സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോലീസ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചു. DNA പരിശോധനാ ഫലം രേഖാമൂലം കിട്ടിയതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ നടപടി. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഈ മൃതദേഹം വിട്ടു നൽകാതിരുന്നത് കുടുംബം അതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തത്, ആരോപണങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്താണിപ്പോൾ പോലീസിന്റെ വിശദീകരണം? വിജയകുമാർ, ഈ സാങ്കേതികമായ പ്രശ്നങ്ങൾ, ഒന്ന് പഴകിയ മൃതദേഹം, ആ മൃതദേഹത്തിൽ ഇലയും മറ്റുമൊക്കെ അടിയുകയും ചെയ്തു. അങ്ങനെ DNA ഫലം സ്ഥിരീകരിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ ലാബിൽ നിന്നും അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് ഒടുവിൽ സ്ഥിരീകരിച്ചു. ആ സ്ഥിരീകരിച്ചതിന്റെ റിപ്പോർട്ട് ഇന്ന് 24 തന്നെയാണ് അങ്ങനെ സ്ഥിരീകരണം ഉണ്ടായി എന്നുള്ളത് വിവരം പുറത്തുവിട്ടത്. അത് രേഖാമൂലം അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. അതായത് യഥാർത്ഥത്തിൽ DNA ഫലത്തിന് വേണ്ടി വീണ്ടും സാമ്പിൾ എടുക്കേണ്ടി വരും എന്നതുൾപ്പെടെ പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഫലം കിട്ടിയത്. ആ ഫലം കിട്ടിയ സാഹചര്യത്തിൽ രേഖാമൂലം ഈ കാര്യം അറിയിച്ചു എന്നുള്ളതാണ്. കുടുംബത്തെ അറിയിച്ചു പോലീസ്. കാരണം മൃതദേഹം നാളെ തന്നെ വിട്ടു നൽകാൻ പോലീസ് തയ്യാറാണ്. നാളെ 10 മണിക്ക് ശേഷം പോലീസിൽ ബന്ധപ്പെടുക, മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ് അന്വേഷണ സംഘം കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ കുടുംബത്തിന് വലിയ പ്രതിഷേധം മൃതദേഹം വിട്ടുകിട്ടാൻ വൈകുന്നതിലുണ്ടായിരുന്നു. കാരണം ഇതൊരു മാൻ മിസ്സിംഗ് കേസായിരുന്നു. ആ മാൻ മിസ്സിംഗ് കേസ് എവിടെയും എത്താതെ തേഞ്ഞുമാഞ്ഞു പോകുന്നതിനിടയിലാണ് ഇതിൽ ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നു എന്നുള്ളത് മനസ്സിലായത്. ആ തട്ടിക്കൊണ്ടുപോകലിനൊടുവിൽ ഒരു കൊലപാതകം ഉണ്ടായി എന്നുകൂടി പോലീസ് കണ്ടെത്തി. അങ്ങനെ മൃതദേഹം റിക്കവർ ചെയ്യുകയായിരുന്നു, അവിടെ നിന്നും കുഴിച്ചെടുക്കുകയായിരുന്നു. ആ മൃതദേഹം വിട്ടു നൽകാൻ വൈകുന്നത് വലിയ പ്രതിഷേധം, വേദനയും കുടുംബം പങ്കുവച്ചിരുന്നു. 24-ൽ തന്നെ കുടുംബം ആ പരാതി പറയുകയായിരുന്നു. ഈ വാർത്തയും 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകാൻ പോലീസ് തീരുമാനിച്ചു. അത് കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞു വിജയകുമാർ. DNA പരിശോധനാ ഫലം രേഖാമൂലം കിട്ടിയതിനെ തുടർന്നാണ് മൃതദേഹം വിട്ടുകൊടുക്കാം എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയത്. അതിന്റെ തുടർ നടപടികൾക്ക് കുടുംബത്തെ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.